കരുവന്നൂർ ബാങ്കിന്റെ വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അധികം വഞ്ചിക്കപ്പെട്ടത് ഇവിടുത്തെ CPM-ന്റെ ആളുകൾ തന്നെയാണ്. CPM-ന്റെ CPI-യുടെ ആളുകളാണ് ചതിക്കപ്പെട്ടതൊക്കെ തന്നെ. ഭരണസമിതി അംഗങ്ങളടക്കം ചതിക്കപ്പെട്ടത് അവരാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ നല്ലൊരു ആളുകൾ സ്വാഭാവികമായിട്ട് BJP-ക്കും സുരേഷ് ഗോപിക്കും അനുകൂലമായിട്ട് എടുക്കുന്ന നിലപാട് ഇവിടെ ഉണ്ട്. കരുവന്നൂർ മാത്രമല്ല, ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ മണ്ഡലത്തില് പുത്തൂരുണ്ട്, പറപ്പൂക്കരുണ്ട്, ഇരിങ്ങാലക്കുട ഓട്ടോ സഹസംഘം, പുത്തൂര്, തുമ്പൂര്, ഏകദേശം 75,000-ഓളം നിക്ഷേപകര് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ. അപ്പോൾ ഞങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടല്ലോ, സാധാരണ സംഘടന പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടുന്നുള്ള ആ പ്രതീക്ഷ ഞങ്ങൾ ഇവരൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 75,000 നിക്ഷേപകരുണ്ടെങ്കിൽ ഒരു 3 വോട്ട് കൂട്ടുകയാണെങ്കിൽ 2,25,000-ഓളം ആളുകളുടെ വോട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ BJP സാധാരണ സെല്ലിന്റെ രീതിയിൽ ജില്ല ഒട്ടേക്ക് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് വലിയൊരു ഗുണം ചെയ്യത്. അതെ, ഈ ഗുണം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, BJP ഒരു ഹിന്ദു വർഗീയ പാർട്ടി